ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് എന്താണ് ക്യാഷ് ബേസിസ്, എന്താണ് അക്രൂവൽ ബേസിസ് എന്ന് ഉള്ളതാണ്. ഓക്കെ, എന്താണ് ക്യാഷ് ബേസിസ്, എന്താണ് അക്രൂവൽ ബേസിസ്. ക്യാഷ് ബേസിസ് ഒരു ട്രാൻസാക്ഷൻ ആ മണിയുടെ ഫ്ലോയിൽ ബേസിൽ മാത്രം റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഇൻകം കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ആ പൈസ ആ മണി നമുക്ക് റിസീവ് ചെയ്യുന്നത് അപ്പം മാത്രമായിരിക്കും ക്യാഷ് ബേസിസിൽ അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഒരു എക്സ്പെൻസ്, ആ ഒരു എക്സ്പെൻസിന്റെ പേയ്മെന്റ് നമ്മൾ എന്നാണോ നടത്തുന്നത് അന്ന് മാത്രമായിരിക്കും ആ ഒരു എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. നമുക്കത് അത്ര കറക്റ്റ് ആക്യുറേറ്റ് വേ ആയിട്ട് നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇനി അടുത്തതാണ് അക്രൂവൽ ബേസിസ്. എന്താ അക്രൂവൽ ബേസിസ്? അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ട്സിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ക്യാഷിന്റെ ബേസ് അല്ല നോക്കുന്നത്, മറിച്ച് ഇപ്പൊ ഒരു ഇൻകം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻകം നിങ്ങൾ എപ്പോഴാണോ ഏൺ ചെയ്യുന്നത്, പൈസ കിട്ടുന്നത് രണ്ടാമത്തെ കേസ്, എന്നാണോ നിങ്ങൾ ഏൺ ചെയ്യുന്നത് ആ ദിവസമായിരിക്കും നിങ്ങൾ അത് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഒരു എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എന്നാണോ നിങ്ങൾക്ക് ഇൻകർ ആയേക്കുന്നത്, സംഭവിച്ചിരിക്കുന്നത്, അന്നായിരിക്കും നിങ്ങളത് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ്. ഇപ്പൊ ഏപ്രിൽ മാസത്തെ സാലറി എനിക്ക് എംപ്ലോയീസിന് കൊടുക്കാനുണ്ട്, അത് ഞാൻ കൊടുക്കുന്നത് മെയ്യിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ നിങ്ങളൊരു എൻട്രി ഇട്ട് അങ്ങോട്ട് മാറണം. സാലറി അക്കൗണ്ട് ടു സാലറി പേയബിൾ എന്ന് പറയുന്ന എൻട്രി ഇടണം. കാരണം ആ മാസം ഇൻകർ ചെയ്ത ഒരു എക്സ്പെൻസ് ആയിരുന്നു ഈ സാലറി എന്നുള്ളത്. പേയ്മെന്റ് കൊടുക്കുന്നത് മെയ്യിലാണെങ്കിലും. ഇനി അടുത്ത കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം എനിക്ക് ജാനുവരിയിൽ ഞാൻ എന്റെ സെയിൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. പക്ഷെ എനിക്കത് കിട്ടുന്നത് ഫെബ്രുവരിയിലാണ്. ജാനുവരിയിൽ സെയിൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഈ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം എനിക്ക് എക്സാക്ട് ക്യാഷ് ആയിട്ട് കിട്ടുന്നത് ഫെബ്രുവരിയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാനുവരിയിൽ തന്നെ നിങ്ങളൊരു എൻട്രി ഇട്ട് മാറണം, കമ്മീഷൻ റിസീവബിൾ അക്കൗണ്ട് ടു കമ്മീഷൻ എന്ന് പറഞ്ഞു. ഓക്കെ.